ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിനെ പറ്റിയിട്ടാണ്. വേർഡിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എങ്ങനെയാണ് പേജ് മാർജിൻസ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്, അല്ലേ? പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും വേർഡിലേക്ക് കോപ്പി ചെയ്തിടേണ്ടി വരാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ടുള്ള അലൈൻമെൻറ്റിൽ കറക്റ്റായിട്ടുള്ള മാർജിനിലൊന്നും അല്ല ഉള്ളതെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അതിനെ പ്രോപ്പറായിട്ടുള്ള ഒരു അലൈൻമെൻറ്റിലേക്ക് വരുത്താറുണ്ട്, അല്ലേ? പലപ്പോഴും നമുക്കത് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത്. ഞാനിവിടെ 3 മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പേജ് റൂളർ മെത്തേഡാണ്. അതായത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ മാർജിൻ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ ഈ ഒരു പേജ് നിങ്ങൾക്ക് കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതിൽ നമ്മുടെ റൂളർ എന്ന് പറയുന്നത് വിസിബിൾ അല്ല. അങ്ങനെ നിങ്ങൾക്കും വിസിബിൾ അല്ല എങ്കിൽ എന്ത് ചെയ്യണം? ഈ വ്യൂ ടാബിൽ പോവുക. വ്യൂ ടാബിൽ നമ്മൾ ഈ ഷോ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് പോവുക. അവിടെ റൂളർ എന്നുള്ളതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. കണ്ടോ? ഇപ്പോൾ നമ്മുടെ പേജിൽ റൂളർ വന്നിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ റൂളർ എന്ന് പറയുന്നത്. ഇത് സൈഡിലും കാണാം നമുക്ക്, അതേപോലെ തന്നെ ടോപ്പിലും കാണാം, അല്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡോക്യുമെൻ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഈ ഹൊറിസോണ്ടൽ റൂളറിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ കേഴ്സർ ഒന്ന് ഇതേപോലെ മൂവ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെയുള്ള ഒരു ഹൊറിസോണ്ടൽ ആരോ കാണാം, അല്ലേ? 2 സൈഡഡ് ആരോ കാണാം. അപ്പോൾ അതെന്ത് ചെയ്യുക? നമ്മളൊന്ന് ഇങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ ഒക്കെ ആക്കി നോക്കുക. ഉണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ മാർജിൻ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് എത്രയാണോ മാർജിൻ വേണ്ടത് അത്രയും നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സൈഡിലുള്ള മാർജിനാണ്, അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും അതേപോലെ ഇപ്പം ഞാൻ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലേക്കും വേണമെന്നുണ്ടെങ്കിൽ ആക്കി കൊടുക്കാം. ഉണ്ടല്ലോ, ഞാൻ ഈക്വൽ ആയിട്ടാണ് 2 സൈഡിലേക്കും കൊടുത്തിരിക്കുന്നത്. അതല്ല, നമുക്കിനി ടോപ്പിലും മാർജിൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സൈഡിലേക്ക് വരിക. ദെൻ ഇതേപോലെ ഇങ്ങനെ കണ്ടോ ആരോ മൂവ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള സ്പേസിങ്ങിലേക്ക് നമ്മുടെ മാർജിൻ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അതായത് ഈ ഒരു കപ്പ് പോലത്തെ ഒരു സംഭവം, അല്ലേ? ഇതെന്താണെന്നുള്ളത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഇൻഡൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ലെഫ്റ്റ് ഇൻഡൻറ്റ് എന്ന് കണ്ടോ? അതായത് നമുക്ക് എവിടെ വെച്ചാണോ ഈ ലെറ്റേഴ്സൊക്കെയും ഒരേ ലെവലിലേക്ക് ഒരേ ലൈനിലേക്ക് വരേണ്ടത് അപ്പോഴാണ് നമ്മൾ ഈ ഇൻഡൻറ്റ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് എങ്ങോട്ടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ്, അതായത് ഇൻഡൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ മാത്രമാണ് നമുക്ക് ഈ ഒരു സംഭവം തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡാറ്റ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ മാർജിൻ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രീസെറ്റ് മാർജിനാണ്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ പോകേണ്ടത് ലേഔട്ട് ടാബിലേക്കാണ്. ലേഔട്ട് ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ മാർജിൻസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം, അല്ലേ? അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയേ വേണ്ടുള്ളൂ. നേരത്തെ പോലെ സ്ക്രോൾ ചെയ്യുകയോ ഡ്രാഗ് ചെയ്യുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള മാർജിൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ മെഷറും പറയുന്നുണ്ട്. ടോപ്പിൽ 1 ആണ്, ലെഫ്റ്റ് 1 ആണ്, ബോട്ടം 1 ആണ്, അല്ലേ? നോർമൽ ടൈപ്പിന് ഇതൊക്കെയാണ് ഇതിൻ്റെ മെഷേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ നാരോ ആണെങ്കിൽ നാരോ മാർജിൻ മാത്രമേ വേണ്ടുള്ളൂ എങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതാ ഈ ഒരു അറേഞ്ച്മെൻറ്റിലേക്ക് ഡാറ്റ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വൈഡ് ആയിട്ടുള്ള ഒരു മാർജിനാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡാറ്റയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള മാർജിൻ ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നോർമൽ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കുറച്ചുകൂടി നല്ലത്. നമുക്ക് ഈ പ്രീസെറ്റ് മാർജിൻ എന്നുള്ള ഓപ്ഷൻ പ്രിൻറ്റ് ചെയ്യുമ്പോഴും, അതായത് നമ്മൾ ഈ ഡോക്യുമെൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ പോകുമ്പോഴും കിട്ടുന്നതായിരിക്കും. അത് കാണാൻ വേണ്ടിയിട്ട് ഫയലിൽ പോവുക, പ്രിൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇവിടെ നമുക്ക് മാർജിൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓൾറെഡി നോർമൽ മാർജിൻ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇതൊന്ന് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ട അതേ ഓപ്ഷൻസ് ആണ് ഇവിടെയും നമ്മൾ കാണുന്നത്. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെയും കൂടി നമുക്ക് പ്രീസെറ്റ് മാർജിൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മുടെ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് കസ്റ്റം മാർജിനാണ്. അതായത് നമുക്ക് ഒരുപാട് ലാർജ് ഡാറ്റയൊക്കെയാണ് ഉള്ളത് എങ്കിൽ സെലക്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി മെത്തേഡ് എന്ന് പറയുന്നത് കസ്റ്റം മാർജിൻ തന്നെയാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലേഔട്ട് ടാബിലേക്കാണ് വരേണ്ടത്. നമ്മൾ ലേഔട്ട് ടാബ് എടുത്തതിന് ശേഷം നമ്മൾ പേജ് സെറ്റപ്പിൻ്റെ ഈ ഗ്രൂപ്പിലേക്ക് വരിക. ദെൻ ഇവിടെ താഴെയായിട്ട് നമുക്ക് കാണാം ഇതിൻ്റെ ഒരു ഐക്കൺ, അല്ലേ? അതായത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡയലോഗ് ബോക്സ് ലോഞ്ചറാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്കിതാ പേജ് സെറ്റപ്പിൻ്റെ ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇതാ ഇവിടെ ടോപ്പ്, ലെഫ്റ്റ്, ബോട്ടം, റൈറ്റ് എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് എത്ര വെച്ചിട്ട് വേണോ മാർജിൻ അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, 1.5 വെച്ചിട്ട് ഞാനെല്ലാം സെറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എവിടെയാണോ ഇത് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ടു ഹോൾ ഡോക്യുമെൻ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ പോർഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെലക്റ്റഡ് പോർഷന് മാത്രമാണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഡാറ്റ സെലക്ട് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ആ ഓപ്ഷനും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഹോൾ ഡോക്യുമെൻ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് ആണോ വേണ്ടത് എന്നുകൂടി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം.
ദെൻ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത 1.5ലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് വളരെ ക്വിക്കായിട്ട് നമ്മുടെ മാർജിൻസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ വേർഡ് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ക്വിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് മാർജിൻ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.